Hello, my dear students. Welcome back to Isaac's Physics Classroom. ലാസ്റ്റ് വീഡിയോയോട് കൂടി +2 ഫിസിക്സിലെ പാർട്ട് 1 ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിയുകയാണ്. ദാറ്റ് മീൻസ് ചാപ്റ്റർ നമ്പർ 8 ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സോട് കൂടി സെക്കൻഡ് ഇയർ ഫിസിക്സിലെ പാർട്ട് 1 ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ചാപ്റ്റർ നമ്പർ 9 റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിലെ റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ ആദ്യം റേ ഒപ്റ്റിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ റേ ഒപ്റ്റിക്സ് എന്താണെന്നൊക്കെ അറിയണം. ബട്ട് ഇൻട്രൊഡക്ടറി ആയിട്ട് ആ ഒരു കൺസെപ്റ്റ്സോ ഒന്നും നമുക്ക് ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയയിലില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. റിഫ്ലക്ഷനിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. എങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ ഒപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഇതിൽ 3 തരം ഒപ്റ്റിക്സ് ഉണ്ട്: റേ ഒപ്റ്റിക്സ്, വേ ഒപ്റ്റിക്സ് ആൻഡ് ക്വാണ്ടം ഒപ്റ്റിക്സ്. ലൈറ്റിന്റെ ഒരുപാട് ഫിനോമിനാസ് ഉണ്ട്. ചില ഫിനോമിനാസ് റേ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചില ഫിനോമിനാസ് വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിഫ്ലക്ഷൻ ഈ ഒരു ഫിനോമിന വരുന്നത് റേ ഒപ്റ്റിക്സിലാണ്. ഈ റേ ഒപ്റ്റിക്സിൽ പൊതുവെ എല്ലാ നേച്ചേഴ്സും പാർട്ടിക്കിൾ നേച്ചർ ബിഹേവ് ചെയ്യുന്ന ഫിനോമിനാസ് ആണ് ഇവിടെ മുഴുവനായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിന്റെ ഫിനോമിന എന്ന് പറയുന്നത് ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ എന്നൊരു കൺസെപ്റ്റിനെയാണ് ഇവിടെ അതിന് പ്രതിദാനം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ എന്ന ഫിനോമിനാസ് നമ്മൾ വേവ് ഒപ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് നമുക്ക് ഒരിക്കലും ഇന്റർഫറൻസോ ഡൈഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അവിടെ ലൈറ്റ് ഒരു വേവ് എന്നൊരു ക്യാരക്ടറാണ് ബിഹേവ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ പോലെ ക്വാണ്ടം ഒപ്റ്റിക്സിലേക്ക് പോകുമ്പോൾ ഡ്യുവൽ നേച്ചറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് ചില സമയങ്ങൾ പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നു, ചില സമയങ്ങൾ വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഡ്യുവാലിറ്റിയാണ് ലൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്ലക്ഷൻ എന്ന ഫിനോമിന മാത്രമാണ്. പ്ലെയിൻ മിറേഴ്സിൽ, സ്പെറിക്കൽ മിറേഴ്സിൽ റിഫ്ലക്ഷൻ എങ്ങനെ സംഭവിക്കും, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണ്, മിറേഴ്സിൽ ഇമേജ് ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് റിഫ്ലക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റിഫ്ലക്ഷൻ, the phenomena of rebounding, that is returning back of light rays when it falls on the surface of certain substance, is called reflection. So reflection means bouncing back of light or returning back of light from a certain medium വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. ലൈറ്റ് ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരുന്ന ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. When a beam of light falls on the surface of a medium at any interface, a part of it is sent back, that is reflected. A part of it is transmitted after refraction and a part of it is absorbed by the medium. അപ്പോൾ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് റിഫ്ലക്ട് ചെയ്യും, ഒന്നിൽ റിഫ്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ മീഡിയം അബ്സോർബ് ചെയ്യും. അതിനൊരു വളരെ ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരക്കഷ്ണം, ഒരു ഹൈലി പോളിഷ് ആയ ഒരു വുഡിൽ നമ്മൾ ഫേസ് നോക്കുക, നമ്മുടെ മുഖം പാർഷ്യലി കാണാൻ കഴിയും. കാരണം വീയിങ് ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്ട് കാണുന്നത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു വസ്തുവിനെ കാണുന്നത് റിഫ്ലക്ഷൻ എന്ന ലൈറ്റിന്റെ ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ സർഫസിൽ നമുക്ക് ലൈറ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയാൻ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു പാർഷ്യലി കാണാൻ കഴിയാൻ കാരണം അവിടെ ലൈറ്റ് പാർഷ്യലി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മിററിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. അവിടെ ചെറിയ അബ്സോർപ്ഷൻ സംഭവിക്കുന്നെങ്കിൽ കൂടി മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഇമേജ് ഫോർമേഷൻ അവിടെ കിട്ടുന്നു. അപ്പോൾ അതിനർത്ഥം ഒരു മീഡിയത്തിലേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഇന്റർഫേസിൽ വെച്ചിട്ട് അത് അബ്സോർബ് ആവാം, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് റിഫ്രാക്ട് ചെയ്യാം. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. സോ ദിസ് ഇസ് ദ റേ ഡയഗ്രാം ഓഫ് റിഫ്ലക്ഷൻ. ഒരു ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ and normal the point of incidence, angle of incidence, angle of reflection. ഇതാണ് റേ ഡയഗ്രാം ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ റേ ഡയഗ്രാം ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഒരു പ്ലെയിൻ മിററിൽ ഇൻസിഡന്റ് ലൈറ്റ് തട്ടി തെറിക്കുന്ന ഒരു ഫിനോമിനയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് നോർമൽ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഇസ് ദ റേ ഡയഗ്രാം ഓഫ് റിഫ്ലക്ഷൻ. സോ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, റിഫ്ലക്റ്റിംഗ് സർഫസ്, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇതാണ് റേ ഡയഗ്രാം. ഇപ്പോൾ വരയ്ക്കാൻ ചോദിച്ചാൽ ഇങ്ങനെയാണത് വരയ്ക്കേണ്ടത്. ഇൻസിഡന്റ് റേ ആരോസ് നോക്കണം. റേ ഡയഗ്രാംസിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഏതാണ് ഇൻസിഡന്റ് റേ, ഏതാണ് റിഫ്ലക്റ്റഡ് റേ നമുക്ക് അറിയാൻ കഴിയും. നോർമലും ഇൻസിഡന്റ് റേയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്ലക്റ്റഡ് റേയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ്.
Angle of incidence is I ആണ് angle of incidence indicate ചെയ്യുന്നത്. It's angle between the incident ray and the normal at the point of incidence. എവിടെയാണോ ലൈറ്റ് ഒന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് അവിടെ தான் നോർമൽ വരച്ചിരിക്കുന്നത്. That is normal means a perpendicular line. So ആ നോർമലിനും ഇൻസിഡന്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് വിളിക്കുക. അത് ഐ സ്മോൾ ലെറ്റർ ഐ ഇൻഡിക്കേറ്റ് ചെയ്യാം. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ദാറ്റ് ഇസ് സ്മോൾ ആർ. It is the angle between the reflected ray and the normal at the point of incidence. ലൈറ്റ് എവിടെയാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അവിടെ ഒരു നോർമൽ വരച്ചു. ആ നോർമലിന് റിഫ്ലക്റ്റഡ് റേയിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഈ റേ ഡയഗ്രാം വെച്ച് നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ഒരു ലൈറ്റ് ഒരു സർഫസിൽ തട്ടി ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ലോ ആണ് അതിൽ ഒബേ ചെയ്യുക നമുക്ക് നോക്കാം. The angle of incidence is equal to the angle of reflection. That is angle I equal to angle R ആണ്. ഒരു 30 ഡിഗ്രിയിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നെങ്കിൽ 30 ഡിഗ്രിയിലാണ് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടും തോറും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. And second one, the incident ray and the reflected ray and the normal to the reflecting surface at the point of incidence all lie the same plane. അതായത് ഇൻസിഡന്റ് റേ ആയാലും നോർമൽ ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസും റിഫ്ലക്റ്റഡ് റേയും ഈ മൂന്നും എപ്പോഴും ഒരേ പ്ലെയിനിലായിരിക്കും. എക്സ് വൈയിലാണ് എക്സ് വൈ പ്ലെയിൻ, ഇനി എക്സ് സെഡ് ആണ് എക്സ് സെഡ് പ്ലെയിൻ. ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഒരേ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റഡ് റേക്ക് പകരം ചിലർ എഴുതി കാണാറുണ്ട് ദ ഇൻസിഡന്റ് ആംഗിൾ ദ റിഫ്ലക്റ്റഡ് ആംഗിൾ. പക്ഷേ ലോ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യും, ഇങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്യണം. ദ ഇൻസിഡന്റ് റേ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ റിഫ്ലക്ഷൻ സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് തന്നെ പറയണം. അല്ലാതെ നോർമൽ എവിടെയെങ്കിലും വരച്ചാൽ പോരാ. ഇൻസിഡൻസ് ആ പോയിന്റ് നിന്നാണ് നോർമൽ വരയ്ക്കുന്നത്. എവിടെയാണോ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് നിന്നാണ് നോർമൽ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏത് സർഫസ് നിന്നല്ല നോർമൽ വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് മൂന്നും എപ്പോഴും ഒരു പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇത് ഫോർ എക്സാമ്പിൾ നോർമൽ ഇൻസിഡൻസ് ആണെങ്കിലോ ലൈറ്റ് ഇങ്ങനെ വരികയാണെങ്കിലോ തിരിച്ച് ബൗൺസ് ചെയ്യും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? 0 ആണ്. നോർമൽ ചിലപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട് ഡ്രോ ദ റേ ഡയഗ്രാം ഫോർ നോർമൽ റിഫ്ലക്ഷൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു റേ ഡയഗ്രാം വരയ്ക്കുക, ഒരു ആരോ സ്ട്രൈറ്റ് വരും, ആ ഒരു ലൈൻ വരയ്ക്കുക, ഡൗൺ ആരോ അപ്പ് ആരോ ഒന്ന് അതിൽ തന്നെ കൊടുക്കുക. അതാണ് നോർമൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. These laws are valid at each point on any reflecting surface, whether plane or curved. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ മിററിന് മാത്രമല്ല, എല്ലാ സർഫസിനും, ഏത് കർവ് ആയിക്കോട്ടെ എന്ത് സർഫസിനും എന്ത് ചെയ്യും? ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. അല്ലാതെ it only applicable for plane mirrors അല്ല. This law is valid at each point on any reflecting surface, whether the plane or curved. അപ്പോൾ അതാണ് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. രണ്ട് മിറേഴ്സിലും ആ ലോസ് ഓഫ് റിഫ്ലക്ഷനെ ഇത് കാണിച്ചിരിക്കുകയാണ്. റെഡ് ലൈൻ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ ബ്ലാക്ക് ആണ് നോർമൽ. അപ്പൊ ഇവിടെ ഐയും ആറും അവിടെയും. അതുപോലെ തന്നെ കോൺകേവ് സർഫസ് ആണെങ്കിലും കോൺവെക്സ് സർഫസിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നുണ്ട്. കോൺകേവ് ആകുമ്പോൾ കൺവേർജിങ് ആണ്. അപ്പൊ കൺവേർജിങ് മിറർ എന്നും പറയാറുണ്ട്. കാരണം ലൈറ്റ് പാരലായിട്ട് വന്ന ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യാണ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ആണ്, തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പൊ കോൺവെക്സ് മിററിന് ഡൈവേർജിങ് മിറർ എന്നും പറയാറുണ്ട്, കോൺകേവ് മിററിന് കൺവേർജിങ് മിറർ എന്നും പറയാറുണ്ട്. ഇനി എന്ത് മിറർ ആയിക്കോട്ടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അതേപോലെ ഒബേ ചെയ്യും. അപ്പൊ ഇത് റേ ഡയഗ്രാം ഫോർ റിഫ്ലക്ഷൻ ഓൺ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ ആണ്. റിഫ്ലക്ഷൻ ബൈ എ പ്ലെയിൻ മിറർ. ഇമേജ് ഫോർമേഷൻ. അപ്പോൾ പ്ലെയിൻ മിററിൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഒബ്ജക്റ്റ് വ്യൂ. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് തന്നെ റിഫ്ലക്ഷൻ ഫിനോമിനയാണ്. കാരണം ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടി തെറിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും നോക്കാം. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ is virtual. This cannot be caught on a screen. We can only view it erect, same size and laterally inverted. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വെർച്വൽ എന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. ഒപ്റ്റിക്സിൽ വരുമ്പോൾ വെർച്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഇമേജിനെ വിളിക്കുന്ന പേരാണ് വെർച്വൽ ഇമേജ്. അതായത് അത് മിററിന്റെ ബിഹൈൻഡ് ബാക്കിലാണ് ഫോം ചെയ്യുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിൻ മിറർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് പ്ലെയിൻ മിററിന്റെ ബാക്കിലാണ് ഉണ്ടാവുക. അതൊരു വൈഡ് സ്ക്രീനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൊണ്ടുവരാൻ കഴിയില്ല. ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് നേരെ ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാറ്ററലി ഇൻവേർട്ടഡ്, അത് നേരെ ലാറ്ററലി ഇൻവേർട്ടഡ്. അപ്പൊ ഇമേജ് ഫോർമേഷൻ പ്ലെയിൻ മിററിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഇമേജ് ഈസ് വെർച്വൽ, ഇറക്റ്റ്, സെയിം സൈസ് ആൻഡ് ലാറ്ററലി ഇൻവേർട്ടഡ്.
ഇതാണ് പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷൻ. ഒ എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും രണ്ട് റേസ് വെച്ചിട്ട് ഇമേജ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ റേ വരുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്ന ആ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന ഒരാൾക്ക് ആ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യും. അപ്പോൾ ആ ഐ എന്ന പോയിന്റ് അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഇമേജ് കാണാം. സോ ദിസ് ഇസ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ പ്ലെയിൻ മിറർ. Distance of the object from the mirror u and is equal to distance of image from the mirror. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. പൊതുവെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എന്നാ കൊടുക്കുക, ഇമേജ് ഡിസ്റ്റൻസ് വി എന്നാ കൊടുക്കുക. മിററിന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, അത് യു ആണ്. മിററിന് ഇമേജിലേക്കുള്ള ദൂരമാണ് വി, ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസ് വി. അപ്പോൾ യുവും വിയും മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനി എല്ലാ കൺസെപ്റ്റിലും യു വി ആ കൊടുക്കുക. സോ യു ഇസ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വി ഇസ് ദ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഇമേജ് ഫോർമേഷൻ. ആ ഒബ്ജക്റ്റ് മാറ്റുന്നതനുസരിച്ച് ഇമേജ് മാറുന്നതുണ്ടോ, ഇതാണ് പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണോ മാറ്റുന്നതനുസരിച്ച് ഇമേജ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നതിൽ കൂടി ഇമേജിന്റെ ആ പൊസിഷൻ യുവും വി ഒക്കെ സെയിം ആയിരിക്കും, സെയിം സൈസ് ആണ്. നമ്മൾ എങ്ങനെ മാറ്റുന്നു അതനുസരിച്ച് ഇമേജ് മാറും. അപ്പോൾ ഇതാണ് ഡിഫറെന്റ് പോയിന്റിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ലാറ്ററൽ ഇൻവേർട്ടർ കേസ് പറഞ്ഞു, അതാണ് ലാറ്ററൽ. ആ പി കണ്ടോ, ലാറ്ററൽ സെയിം സൈസ് ആണ്, ഇറക്റ്റ് ആണ്, പക്ഷെ ലാറ്ററൽ ഇൻവേർട്ടർ ആയിരിക്കും, നേരെ തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ലെഫ്റ്റിലെ റൈറ്റിലെ ലാറ്ററൽ ഇൻവേർട്ടർ. അപ്പോൾ ഇതാണ് പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു അനിമേഷനോടെയും ഈ ഇമേജോടുകൂടിയും നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടാണ്. ഒരു പ്ലെയിൻ മിററിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വെർച്വൽ ഇമേജ് പറയാൻ കാരണം ആ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഇറക്റ്റ് എന്ന് പറയാൻ കാരണം സ്ട്രെയിറ്റ് ആയിരിക്കും, ഇറക്റ്റിന്റെ ഓപ്പോസിറ്റ് ഇൻവേർട്ടർ ഉണ്ടാവും. ഇൻ സെയിം സൈസ്, രണ്ടും ഒരേ സൈസ് ആയിരിക്കും. ലാറ്ററൽ ഇൻവേർട്ടറിന് പി ഉണ്ടോ, നേരെ തിരിഞ്ഞു പോയി, ലെഫ്റ്റ് ഇൻവേർട്ടർ റൈറ്റ് ഇൻവേർട്ടർ ആയിട്ട് എന്ത് ചെയ്യും, മാറും. ഇനി ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. മിററിന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്രയാണോ അത് തന്നെയായിരിക്കും മിററിന് ഇമേജിലേക്കുള്ള ദൂരം. ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് ഷുഡ് ബി ആൾവേസ് ഈക്വൽ. If the plane mirror is turned through an angle theta, keeping the incident ray undeviated, the reflected ray, the image will be turned through an angle 2 theta. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചുകൊണ്ട്, അതായത് ശരിക്കും സ്പെക്ട്രോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലെയിൻ മിറർ ഇസ് ടേൺ ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഒരു പ്ലെയിൻ മിറർ ഇൻസിഡന്റ് റേ മാറ്റാതെ ഒരു തീറ്റ ആംഗിൾ മാറ്റി കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ 2 തീറ്റയാണ് എന്ത് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്യുക. ഇതൊരു വൺ വേർഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് വിൽ ബി ടേൺ ത്രൂ ആൻ ആംഗിൾ ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് ചേർത്തിയത്. സോ ഇറ്റ് വിൽ ബി ടേൺ ത്രൂ ആൻ ആംഗിൾ 2 തീറ്റ. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് ഫോർമേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് പാരലൽ മിറേഴ്സിന്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എത്രമാത്രം ഇമേജ് ആണ് ഫോം ചെയ്യുക, നമ്പർ ഓഫ് ഇമേജസ് ആണ് കാണുന്നത്. when an object is placed in between two plane mirrors inclined at an angle theta, the number of images, ഇതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിനോ ന്യൂമറിക്കൽസിനോ വരുന്നൊരു ഇതാണ്. രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്, രണ്ട് പ്ലെയിൻ മിറേഴ്സിന്റെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ രണ്ട് പ്ലെയിൻ മിറർ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അത് തമ്മിൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഈസ് n equal to 360 degree by theta minus 1. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇമേജസ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആ രണ്ട് മിറേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ രണ്ട് മിറേഴ്സ്, പ്ലെയിൻ മിറേഴ്സ് വെച്ചു, ഒരു 90 ഡിഗ്രി ആംഗിളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 360/90 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 1 3. അപ്പോൾ നമുക്ക് നോക്കിയാൽ 3 ഇമേജ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒബ്ജക്റ്റ് ഒന്ന് 3 ഇമേജ് കാണാൻ കഴിയും. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് ബിറ്റ്വീൻ 2 പാരലൽ മിറേഴ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് പാരലാക്കി വെച്ചു, തീറ്റ 0 ആണെങ്കിലോ, തീറ്റ 0 നമുക്കറിയാം ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ഇമേജസ് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോകുമ്പോൾ രണ്ട് പാരലൽ മിറേഴ്സ് ആണെങ്കിൽ എത്ര ഇമേജസ് വേണമെങ്കിൽ കഴിയും. കാരണം 360/0 ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നത് become infinity. അപ്പോൾ നമുക്ക് നോർമലി എന്താ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഇറ്റ്സ് ടെൻസ് ടു ഇൻഫൈനൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഡിസ്കസ് ചെയ്തു, പ്ലെയിൻ മിറേഴ്സിന് ഇമേജ് ഫോർമേഷൻ ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെറിക്കൽ മിറേഴ്സ്. If the reflecting surface is formed as a part of a sphere, it is called spherical mirror. There are two types of spherical reflecting surfaces. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാൻ കാരണം, ഈ രണ്ട് മിറർ ഒരു സ്പിയറിന്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സ്പെറിക്കൽ മിറേഴ്സ്. അത് രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത്. ഒന്ന് കോൺകേവ് മിറർ, ദ മിറർ ദാറ്റ് ഈസ് കൺവേർട്സ് ഇൻവേർഡ്, ആൻഡ് കോൺവെക്സ് മിറർ, ദ മിറർ ദാറ്റ് കൺവേർജസ് ഔട്ട്വേർഡ്. അതായത് കോൺകേവ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ് കർവ്, കോൺവെക്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണ്. സോ ദീസ് ആർ ദ കോൺവെക്സ് ആൻഡ് കോൺകേവ്. ബ്ലാക്ക് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ബ്ലാക്ക് തട്ടിന ലൈറ്റ് എന്ത് ചെയ്യാം, ദൂരം. കോൺകേവ് എന്ന് പറഞ്ഞാൽ അത് കർവ്സ് ഇൻവേർഡ് ആണ്, ഉള്ളിലേക്ക് കുഴിഞ്ഞാൽ അത് കോൺകേവ് ആണ്, പുറത്തേക്ക് ആണെങ്കിൽ അത് എന്താണ്, അത് കോൺവെക്സ്. സോ ദീസ് ആർ ദ ടു മിറേഴ്സ്, കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാൻ കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിയർ.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോൺകേവ് അതിന് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് ബ്ലാക്ക് സർഫസ്. അപ്പോൾ റിഫ്ലക്ട് ചെയ്തിട്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യാണ്. കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് കോൺകേവിനെ കൺവേർജിങ് മിറർ എന്നും പറയും. കോൺവെക്സ് ഡൈവേർജിങ് മിറർ എന്ന് പറയാൻ കാരണം ലൈറ്റ് തട്ടി തെറിക്കുകയാണ് അതിൽ. കോൺകേവ് മിറർ ദ മിറർ ദാറ്റ് കർവ്സ് ഇൻവേർഡ്സ് ആൻഡ് കോൺവെക്സ് മിറർ ദാറ്റ് കർവ്സ് ഔട്ട്വേർഡ്സ്. ഇതാണ് മിറർ ഇസ് എ പാർട്ട് ഓഫ് സ്പിയർ എന്ന് പറയാൻ കാരണം ഒരു സ്പിയറിന് മുറിച്ചെടുക്കുന്ന പോലെയാണ് കോൺകേവും കോൺവെക്സും. അപ്പോൾ ഫസ്റ്റ് സ്പിയർ കാണിച്ചിരിക്കുന്നത് കോൺകേവ് മിറർ ആണ്. ഒരു സ്പിയറിന്റെ പാർട്ടായതുകൊണ്ട് ആ സ്പിയറിന്റെ റേഡിയസ്, സ്പിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചർ, അതൊക്കെയാണ് നോക്കേണ്ടത്. പോള് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് പോള്. അതായത് ഒരു മിററിന്റെ ജിയോമെട്രിക് സെന്ററിനെ പോൾ എന്ന് പറയാം. ഇനി എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ മിറർ സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയറിന്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. എന്താ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ മിറർ ഒരു സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററും വെച്ചിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് മിററും കോൺകേവ് മിററും അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഔട്ട്വേർഡ് ആണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, കോൺവെക്സ് ആണ്. ഇൻവേർഡ് ആണെങ്കിൽ അത് കോൺകേവ് ആണ്. അപ്പോൾ കോൺകേവിനും കോൺവെക്സിന്റെ കേസിലും എന്താണ് പോള്, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാൻ കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിയർ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സ്പെറിക്കൽ മിറേഴ്സ്. പോൾ എന്ന് പറയുന്നത് ദ ജോമെട്രിക് സെന്റർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കോൾഡ് പോൾ. നമ്മൾ അതിൽ ആ ഒരു ഇമേജിൽ നോക്കിയതാണ്. ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ സി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് ദ സെന്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. ആ സ്പിയറിന്റെ ഭാഗമാണ് മിറർ. അപ്പോൾ സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അതിൽ ഓരോ കാര്യം ഓർമ്മ വേണം. പി എന്ന് പറയുന്നത് ജോമെട്രിക് സെന്റർ, മിററിന്റെ നടുവിൽ പറയുന്ന പേരാണ് പോൾ. And radius of curvature is capital R. It is the radius of the sphere of which the mirror forms a part. ആ സ്പിയർ ഏത് സ്പിയറിന്റെ ഭാഗമാണോ മിറർ, ആ സ്പിയറിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, ക്യാപിറ്റൽ ആർ. അപ്പോൾ അതിൽ ആ നൊട്ടേഷൻസ് ആണ് ഓർമ്മ വേണ്ടത്, PCR. നെക്സ്റ്റ് അപ്പാർച്ചർ. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ഏരിയ അവൈലബിൾ ഫോർ ദ റിഫ്ലക്ഷൻ. നമുക്കറിയാം മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലുതായിട്ട് മുറിച്ചെടുക്കാം, ആ മിററിനെ ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ വലുതാവും തോറും അവർ റിഫ്ലക്റ്റിംഗ് ഏരിയ കൂടുന്തോറും അപ്പാർച്ചർ കൂടുന്നു പറയും. പ്രിൻസിപ്പൽ ആക്സിസ്. It is the straight line passing through the center of curvature and pole of the mirror is known as principal axis. Principal axis എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറും പോളിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമ്മൾ റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കും ഈ ഓരോ ടേംസ് നമുക്ക് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. അതാണ് പിയും സിയും ആറും പ്രിൻസിപ്പൽ ആക്സിസും ഓർത്തിരിക്കുക. Then principal focus. This is the most important one. Principal focus, capital F. A narrow beam of light coming parallel and close to the principal axis after reflecting converges to a fixed point on the principal axis in the case of a concave mirror, or appears to diverge from a fixed point in the case of a convex mirror. This fixed point is called principal focus. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഇതാണ് എക്സാമ്പിൾ. അതായത് ഇത് ഫോർ എക്സാമ്പിൾ കോൺകേവ് മിററിന്റെ കേസിലാണ്. ഇനി അതേപോലെ നമുക്ക് കോൺവെക്സ് മിററിന്റെ കേസിലും. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണെങ്കിൽ കോൺകേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺവേർജിങ് ആണ്. ലൈറ്റ് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്ത് കൺവേർജ് ചെയ്യും. അപ്പൊ ഏത് പോയിന്റിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, കോൺകേവിന്റെ കേസിൽ ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി ഈ ഒരു കേസിൽ ഇത് ഡൈവേർജിങ് മിറർ ആണ്, ദാറ്റ് ഇസ് കോൺവെക്സ് മിറർ. അപ്പോൾ ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്ന് ഡൈവേർജ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വെർച്വൽ പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ പോയിന്റ് മീറ്റ് ചെയ്യും. റേസ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ റേസ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ എല്ലാ റേനെയും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും ഇതിൽ ഫോക്കസ് ചെയ്യും. ഈ പോയിന്റിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇത് മിററിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് വെർച്വൽ ഫോക്കസ് ആണ്. അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസിൽ വെർച്വൽ ഫോക്കസ് ആയിരിക്കും. കോൺകേവിന്റെ കേസിൽ എന്തായിരിക്കും? ഇത് റിയൽ ഫോക്കസ് ആണ്. കാരണം ഇവിടെ സ്ക്രീൻ വെച്ച് നമുക്ക് ആ പോയിന്റ് കിട്ടും. അപ്പോൾ ദിസ് ഇസ് റിയൽ ഫോക്കസ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. അപ്പോൾ കോൺകേവ് മിററിന്റെ നമുക്ക് റിയൽ ഫോക്കസ് ആ കിട്ടുക. കോൺവെക്സിന്റെ കേസിൽ നമ്മൾ എന്താണ്? വെർച്വൽ ഫോക്കസ് ആ കിട്ടുക. അപ്പോൾ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കൽ ലെങ്ത് F. It is the distance between the principal focus and pole of the spherical mirror. അതായത് പോളിന്ന് എഫിലേക്കുള്ള ദൂരം, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. അതുപോലെ ഇവിടുന്ന് ഇത് വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ F. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ f. Relation between focal length and radius of curvature. The most important derivation, വളരെ എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. അതായത് ഫോക്കൽ ലെങ്ത് സ്മോൾ എഫും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യാവുന്നത്. ശ്രദ്ധിക്കണം, ഇറ്റ്സ് ഓൺലി ഫോർ മിറേഴ്സ്. ലെൻസിന് വേറെ ഇക്വേഷൻ ആണ്, മിററിന്റെ ഇക്വേഷൻ ഒരിക്കലും ലെൻസിന് ഉപയോഗിക്കാൻ പാടില്ല.
Consider a ray of light parallel and close to the principal axis, striking the mirror at M. Let theta be the angle of incidence. അപ്പോൾ ഇതാണ് ഡയഗ്രാം. അപ്പോൾ ഇത് കോൺവെക്സിനും കോൺകേവിനും വരയ്ക്കാൻ കാരണം ചിലപ്പോൾ എക്സാമിന് റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ഫിഗറും വരച്ചത്. അപ്പോൾ രണ്ട് ഫിഗറിലും നൊട്ടേഷൻസ് ഒരേപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്ന എഫിലൂടെ പോവുക ലൈറ്റ് കോൺകേവിന്റെ കേസിൽ. ഇനി കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ ആ ലൈറ്റ് റേ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് എഫിൽ മീറ്റ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോർമൽ എപ്പോഴും മീറ്റ് ചെയ്യുക സിയിലാണ് മീറ്റ് ചെയ്യുക. അത് എപ്പോഴും ഈ റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച സീല മീറ്റ്, ഇവിടെ ഇതാണ് നോർമൽ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച സീല മീറ്റ്, കാരണം റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ അതൊക്കെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഈ റേ ഡയഗ്രാം നമുക്ക് നോക്കി അറിയാം. ഇത് അതായത് ഇപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ റിഫ്ലക്റ്റഡ് ആംഗിൾ രണ്ടും തീറ്റ സെയിം ആംഗിൾ ആണ്. ഇനി ഇത് രണ്ടും പാരലൽ ലൈൻ ആണ്. പാരലൽ ലൈൻ ആവുമ്പോൾ ഇത് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ ആണെങ്കിൽ ഇത് 2 തീറ്റ ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതേപോലെ ഇവിടെ അതാണ്, ഇത് 2 തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും 2 തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളൊരു പാരലൽ റേ വരച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണ് എഫിലേക്കാണ് എന്ത് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യുക, മറ്റാണ് ഡൈവേർട്ട് ചെയ്യുക ആ എഫ് എന്ന പോയിന്റ്. അതുപോലെ തന്നെ നോർമൽ വരയ്ക്കുമ്പോൾ ആ ലൈൻ എപ്പോഴും സിയിലാണ് മീറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഫ്രം ദ ഫിഗർ MCP, triangle MCP is equal to theta and triangle MFP is equal to 2 theta. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണത്, ഓപ്പോസിറ്റ് ആംഗിൾ വെച്ച് പറഞ്ഞാണ്. അപ്പോൾ റേ ഡയഗ്രാംസ് ഈ ഒരു റിലേഷൻ ചോദിച്ചാൽ ആദ്യം റേ ഡയഗ്രാംസ് ആണ് വരയ്ക്കേണ്ടത്. റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, CFD മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ തീറ്റകളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ 2 തീറ്റ മാറാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആരോസ് കറക്റ്റായിട്ട് വരയ്ക്കണം. ഏതാണ് ഇൻസിഡന്റ് റേ, ഏതാണ് റിഫ്ലക്റ്റഡ് റേ, അത് കറക്റ്റായിട്ട് വായിക്കണം. അപ്പോൾ ഇതിൽ തീറ്റ കൺഫ്യൂഷൻ ഇല്ല, കാരണം ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം ഇത് ഇൻസിഡന്റ് തീറ്റയാണ്, ഇതും തീറ്റയാവും. ഇനി ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ ആയി. ക്ലിയർ? ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാ, ഇത് തീറ്റയാണ്, ഇത് എന്താ തീറ്റയാവും. അത്രേ ഉള്ളൂ ഇതിൽ ഈ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ MCP, ട്രയാംഗിൾ MCP എന്ന് പറയുന്നത് തീറ്റയാണ്, ട്രയാംഗിൾ MFP എന്ന് പറയുന്നത് 2 തീറ്റയാണ്. നൗ tan theta is equal to MD by CD and tan 2 theta is equal to MD by FD. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി അറിയാം, ഈ MP എന്ന കർവേച്ചർ സ്ട്രെയിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ tan 2 theta എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് MD by FD adjacent, so MD by FD. ഇനി tan theta, അപ്പോൾ tan എടുക്കുമ്പോൾ ഈ ട്രയാംഗിൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, that is MD opposite MD by CD അതാണ്. അപ്പോൾ tan theta is equal to MD by CD and tan 2 theta is equal to MD by FD. For small values of theta, here the rays are very close to the principal axis. നമ്മൾ അല്ലെങ്കിൽ പറയും തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേഷൻ എടുക്കാം, tan theta tends to theta and tan 2 theta tends to 2 theta. അതായത് tan theta പകരം തീറ്റ എന്ന് മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ tan 2 theta പകരം 2 theta എഴുതുക if the theta is very small. Then MD by FD is equal to 2MD by CD or CD is equal to 2FD. അതായത് നമുക്കറിയാം MD by CD എന്ന് തീറ്റയാണ്. അതുപോലെ തന്നെ 2 theta is equal to MD by FD ആണ്. തീറ്റ എന്ന് പറയുന്നത് MD by CD, 2 theta എന്ന് പറയുന്നത് MD by FD. അപ്പോൾ ഈ തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം, MD by CD കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത് MD by FD is equal to 2MD by CD. കാരണം അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ is equal to MD by CD ആവും, 2 theta is equal to MD by FD ആവും. അപ്പോൾ ഈ തീറ്റ എന്നുള്ള കാര്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത് 2 theta MD by CD കൊടുത്തു, that is MD by FD. ക്ലിയർ? ഇതിൽ നമുക്ക് MD കട്ട് ചെയ്ത് നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, CD is equal to 2FD. For small values of theta, the point D is very close to the point P. കാരണം നമുക്കറിയാം ആ കർവേച്ചർ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഡിയും പിയും ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ FD എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. കാരണം നമുക്കറിയാം പോളെന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം ഫോക്കൽ ലെങ്ത് പറയും. അതായത് പോളെന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ R. അപ്പോൾ നമുക്ക് ആ CD is equal to 2FD ഇങ്ങനെ കൊടുക്കാം. This gives R equal to 2F or F equal to R by 2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് R equal to 2F കിട്ടുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, this equations is only applicable for mirrors. കാരണം ലെൻസിന്റെ കേസിൽ ചോദിക്കുമ്പോൾ അറിയാതെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, R equal to 2F എന്ന് പറയുന്നത് അല്ലെങ്കിൽ F equal to R by 2 എന്ന് പറയുന്ന ഇക്വേഷൻസ് ഇസ് ഓൺലി applicable for mirrors. അപ്പോൾ this is the relation between focal length and radius of curvature. So R is equal to 2F. സൈൻ കൺവെൻഷൻ. ഇപ്പോൾ സൈൻ കൺവേർഷൻ ലോ അറിയണം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ ആണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ആൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. എല്ലാ ഡിസ്റ്റൻസും അളക്കേണ്ടത് മിററിന്റെ പോളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ദ ഇൻസിഡന്റ് റേ
are always drawn from left to right. ശ്രദ്ധിക്കണം, എപ്പോഴും ഇൻസിഡൻസ് റേ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വരയ്ക്കാൻ പാടുള്ളൂ. The distance measured in the direction of incident ray, that is left to right, is taken as പോസിറ്റീവ്. ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് വരയ്ക്കാൻ പാടുള്ളൂ. ഇൻസിഡന്റ് റേ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കും. The height measured upward from the principal axis are taken as positive and in the downward direction are taken as negative. അപ്പോൾ ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ പ്രകാരമാണ് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുക, പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിററിന്റെ പോളിൽ നിന്നാണ് എപ്പോഴും ഡിസ്റ്റൻസ് അളക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്റ്റൻസ് അളക്കാൻ കഴിയുള്ളൂ. ഇനി ഇൻസിഡന്റ് റേ വരയ്ക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇൻസിഡന്റ് റേ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് ഇമേജ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ അളക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കുക. കാരണം എന്തുകൊണ്ടാണ്, എപ്പോഴും എവിടെ നിന്ന് അളക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് അളക്കുകയാണെങ്കിൽ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കുന്നത്. അപ്പോൾ ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ്, അളന്ന ഇങ്ങോട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്തെടുക്കണം, യു നെഗറ്റീവ് ആക്കി എടുക്കും. കാരണം ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് മെഷർമെന്റ് എടുക്കുന്നോ ആ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, പക്ഷെ നമ്മുടെ മെഷർമെന്റ് പോകുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്താവും, നെഗറ്റീവ് ആവും. ഇതാണ് കാർട്ടീഷ്യൻ സൈൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്വേർഡ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ഇങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കും, ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇതൊരു പ്ലസ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആക്കി എടുക്കാം. ഇത് 0 ആണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന് എന്താവും, പ്ലസ് ആവും, ഇവിടെ എന്താവും, നെഗറ്റീവ് ആവും. ഇതെന്താണ്, പ്ലസ് ആവും, ഇതെന്താ നെഗറ്റീവ്. അത്ര എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണ് ഇമേജ് ഒബ്ജക്റ്റ് ഒക്കെ വരുന്നത്, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെയാണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെയാണ് ഹൈറ്റ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെയാണ് ഹൈറ്റ് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാർട്ടീഷ്യൻ ലോ അല്ലാതെ വേറെ അങ്ങനെ ഒന്നും മനസ്സിലാക്കണമെന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ആക്സിസ് വരച്ചത് ഇതാണ് 0, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ വരികയാണെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കണം, ഇപ്പുറത്ത് വരികയാണെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കണം. ഇനി ഹൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കണം, ഇവിടെ വരികയാണെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ. As per new Cartesian convention, focal length of a concave mirror is negative and of a convex mirror is positive. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം എന്ത് മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ പോളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് പോളിലേക്കുള്ള ദൂരമാണ്. പക്ഷെ അളക്കുമ്പോൾ നമ്മൾ എങ്ങനെ അളക്കാൻ പാടുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കാൻ പാടുള്ളൂ. കാരണം ഓൾ ദ മെഷർമെന്റ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം പോൾ. അപ്പോൾ ഈ ഒരു കോൺവെക്സിന്റെ കേസിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഫിലേക്കുള്ള ദൂരം. അപ്പോൾ ഇത് അളന്നു. അപ്പോൾ ഇതാണ് ഫോക്കൽ ലെങ്ത്. നോക്കൂ, ഇൻസിഡന്റ് റേയും അളന്ന ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് ആക്കി എടുത്ത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ, കാരണം ഇത് 0 ആണ്, ഇത് പോസിറ്റീവ് അല്ല, അപ്പോൾ ഇവിടെ ഒന്നുകൊണ്ട് പോസിറ്റീവ് ആയി. ഇനി കോൺകേവിന്റെ കേസ് നോക്കൂ. കോൺകേവിന്റെ കേസ് നോക്കുമ്പോൾ ഈ പോൾ നമ്മൾ ഇങ്ങോട്ട് അളക്കുക. അപ്പോൾ ഇങ്ങോട്ട് അളക്കുമ്പോൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അളന്നു, ലൈറ്റ് പോകുന്ന ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അളക്കുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്തായി, നെഗറ്റീവ് ആയി. അപ്പോൾ കാർട്ടീഷ്യൻ സൈൻ ലോ പ്രകാരം കോൺകേവിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവും, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. ഇതുപോലെ എല്ലാം ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഇമേജ് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കാർട്ടീഷ്യൻ സൈൻ ലോ പ്രകാരമാണ് സൈൻ നിശ്ചയിക്കുക. അപ്പോൾ ഈ കേസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ഈസ് നെഗറ്റീവ്, where convex mirror is positive. Position and characteristics of image formed by spherical mirrors. A ray coming parallel to the principal axis after reflection goes to the principal focus. അപ്പോൾ ഇതിൽ എന്താ ഈ പൊസിഷൻ കാരക്ടറിസ്റ്റിക്സ് പറയാൻ ഉദ്ദേശിക്കാൻ കാരണം, ഒരു ഇമേജ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 2 റേ വേണം. അപ്പോൾ ഓരോ റേയിന്റെ കാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ റേ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേ വരികയാണെങ്കിൽ ഇറ്റ് കൺവേർജസ് ഓർ ഡൈവേർജസ് ടു പ്രിൻസിപ്പൽ ഫോക്കസ്. അത് ഓൾറെഡി നമ്മൾ റേ വരച്ച് കാണിച്ചാണ് ഇപ്പോൾ. സെക്കൻഡ് വൺ, ദ റേ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ടിംഗ് goes parallel to the principal axis. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ നേരെ വിപരീതം, പ്രിൻസിപ്പൽ ആക്സിന് പാരലാണ് ഫോക്കസിലൂടെ പോകും, ഫോക്കസിലൂടെ പോയാൽ പ്രിൻസിപ്പൽ ആക്സിന് പാരൽ ആവും. A ray passing through the center of curvature and incident on the mirror retrace its path. സെന്റർ ഓഫ് കർവേച്ചറിലാണ് മീറ്റ് ചെയ്യുന്നെങ്കിൽ അതേ പാത്തിലൂടെ എന്ത് ചെയ്യും, അത് തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് അതിൽ ഡയഗ്രാം വരയ്ക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിന് പാരലാണ് എഫിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, അല്ലെങ്കിൽ എഫിലേക്ക് പോകണമെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലാം, ഇൻ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകണമെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ തന്നെ റിഫ്ലക്ട് ചെയ്യും. ദെൻ എന്താണ്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻസിഡൻസ് ചെയ്യുകയാണെങ്കിൽ അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു റേ ഇതിൽ ഏതെങ്കിലും 2 മതി. ഇതിൽ ഏതെങ്കിലും 2 റേ വെച്ച് നമുക്ക് ഇമേജ് ഫോർമേഷൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. അതായത് പ്രിൻസിപ്പൽ ആക്സിന് പാരലാണ്, എഫിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുക, എഫിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക, പ്രിൻസിപ്പൽ ആക്സിന് പാരലാവും. ദെൻ സിയിലേക്കാണ് പോകുന്നത്, അതേ
റീട്രേറ്റ് ചെയ്യും. ഇനി പി എന്ന പോളിൽ തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഏത് ആംഗിളാണോ ഇൻസിഡൻസ് ചെയ്ത് അതേ ആംഗിൾ എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. അപ്പോൾ ഈ റേ ഡയഗ്രാംസിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് റേസും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇമേജ് ഫോർമേഷൻ ചോദിക്കുമ്പോൾ ഈ റേ ഡയഗ്രാംസ് വെച്ച് ഇമേജ് ഫോർമേഷൻ വരയ്ക്കുമ്പോൾ ഈ റേന്റെ പാസേജ് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഒരു ഇമേജ് ഫോർമേഷനാണ് വരച്ചിരിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജിനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് റേ മതി, നമുക്ക് രണ്ട് റേ മാത്രം വെച്ച് നമുക്ക് എന്താ, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ എഫിലേക്ക് വന്നു, ദെൻ ആണ് എഫിലൂടെ പോയപ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു. അപ്പോൾ ആ രണ്ട് റേ മീറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെയാണ് ഇമേജ് വരിക. അപ്പോൾ ഇത് കോൺകേവിന്റെ ഒരു ഇമേജ് ഫോർമേഷനാണ് വരച്ചിരിക്കുന്നത്. സിയും എഫിനും ഇടയിൽ വെച്ചപ്പോൾ ബിയോണ്ട് സി ആണ് ഇമേജ് വരുന്നത്. അത് ഇൻവേർട്ടഡ് ആണ്, സൈസ് കൂടുതലാണ്, വലിയ സൈസാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ചോദിക്കുക, ഇറക്റ്റ് ആണോ, ഇൻവേർട്ടർ ആണോ, റിയൽ സൈസ് ആണോ, വെർച്വൽ ആണോ എന്നൊക്കെ ചോദിക്കും. ഇത് റിയൽ ഇമേജ് ആണ്, കാരണം നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. ബിഹൈൻഡ് ദ മിറർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇമേജ് ഫോർമേഷൻ ചോദിച്ചാൽ ഇതുപോലെയാണ് ഇമേജ് ഫോർമേഷൻ വരയ്ക്കേണ്ടത്. രണ്ട് റേ, മിനിമം രണ്ട് റേ, നമുക്ക് ഇതിൽ കൂടുതൽ റേസ് വേണമെങ്കിൽ വരയ്ക്കാം, പിയിൽ തട്ടണി പി അങ്ങനെയൊക്കെ വരയ്ക്കാം. പക്ഷെ നമുക്ക് മിനിമം രണ്ട് റേ ഉപയോഗിച്ച് രണ്ട് റേ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് എന്ത് ചെയ്യുക, ഇമേജ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ പറയണം. അപ്പോൾ കണ്ടോ, 2F വെച്ചു ഒരു കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ 2F വെച്ചപ്പോൾ 2F തന്നെ ഇമേജ് കിട്ടി, സെയിം സൈസാണ് കിട്ടുന്നത്. ഇനി നമുക്കത് ആ ഒബ്ജക്റ്റിനെ മാറ്റുന്ന ഇമേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഫിലേക്ക് ഒബ്ജക്റ്റിനെ അടുപ്പിക്കും തോറും അത് ബിയോണ്ട് 2F പോയിക്കൊണ്ടിരിക്കും, ഇമേജ് വലുതായിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പോൾ എവിടെ വെച്ചാൽ എവിടെ ഇമേജ് കിട്ടും നമുക്കറിയണം. ഇനി എഫിനും പിക്കും ഇടയിൽ വെച്ച വെർച്വൽ ഇമേജ് കിട്ടാൻ ഇപ്പുറത്ത് വന്നു ഇമേജസ് വന്നു, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഓരോ പൊസിഷനിൽ വെക്കുമ്പോൾ ഇമേജ് മാറുന്നതാണ് അത് വരച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് പൊസിഷനിലാണ് വെക്കുന്നത് അതിന് ഇമേജ് എന്ത് ചെയ്യും, മാറും. ഇത് കോൺവെക്സ് മിററിന്റെ കേസിലാണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഇമേജ് ആണ്, കാരണം സ്ക്രീനിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പതിപ്പിക്കാൻ കഴിയില്ല. അതിന് എപ്പോഴും കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും, അത് വെർച്വൽ ഇമേജ് ആണ്. എപ്പോഴും ബിഹൈൻഡ് ദ മിററാണ് നമുക്ക് എന്ത് ചെയ്യുക, വരിക. അപ്പോൾ ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ വരച്ച് കാണിച്ചത്. അപ്പോൾ കോൺവെക്സിന്റെ കേസിൽ എപ്പോഴും വെർച്വൽ ആണ്, കോൺകേവിന്റെ കേസിൽ റിയലും കിട്ടും വെർച്വലും കിട്ടും. അപ്പോൾ ഈ ഒരു ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്കുള്ള ഗുണം, അതായത് പ്രോബ്ലം ഒക്കെ ചോദിക്കും, നമ്മുടെ ആൻസർ ശരിയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളാണ്. കോൺവെക്സും കോൺകേവിൻ്റെയാണ്. കോൺവെക്സ് ആകുമ്പോൾ എപ്പോഴും നമുക്കറിയാം വെർച്വൽ ഇമേജേ കിട്ടുള്ളൂ, ഡിമിനിഷ് സ്മോൾ സൈസാണ് നമുക്ക് കിട്ടുക, എറക്റ്റ് ആയിരിക്കും, അതായത് ഇൻവേർട്ടർ ആയിരിക്കില്ല, എറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കോൺവെക്സിൻ്റെ മിറർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡിമിനിഷ് സ്മോൾ സൈസ് ആയിരിക്കും, ബിഹൈൻഡ് ദ മിറർ, അതാണ് വെർച്വൽ എന്ന് പറയാൻ കാര്യം ഇറക്റ്റ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു മിററിനെ തൊടാതെ ആ മിറർ കോൺവെക്സ് ആണോ കോൺകേവ് ആണോ പ്ലെയിൻ മിറർ ആണോ ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം. ഒരു ഇമേജ് നോക്കി, ഇമേജ് വെർച്വൽ ഇമേജ് നമ്മൾ കണ്ടു, ചെറുതാണെങ്കിൽ അത് കോൺവെക്സ് ആണ്, വലുതാണെങ്കിൽ കോൺകേവ് ആണ്, സെയിം സൈസ് ആണ്, പ്ലെയിൻ മിറർ ആണ്. കോൺവെക്സ് ഒരിക്കലും റിയൽ ഇമേജ് വരികയില്ല. പക്ഷെ കോൺകേവിൽ ശ്രദ്ധിക്കണം, കോൺകേവിൽ റിയൽ ഇമേജും ഉണ്ട് വെർച്വൽ ഇമേജും ഉണ്ട്. അതായത് എപ്പോഴാണ് റിയൽ ഇമേജ് വരിക, വെർച്വൽ ഇമേജ് വരെ ശ്രദ്ധിക്കാം. വെർച്വൽ ഇമേജ് വരുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി, എഫിനും പിക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് വെർച്വൽ ആണ്. എഫിൽ വെച്ച് ഇൻഫിനിറ്റിയാണ് വരിക, എഫിൽ വെച്ച് ഇൻഫിനിറ്റി, ആ ഇമേജ് നമുക്ക് കിട്ടില്ല, കാരണം ഇൻഫിനിറ്റിയിലെ ഇമേജ് ഫോം ചെയ്യുക. പക്ഷെ നല്ല റിയൽ ആണ്, കാരണം സ്ക്രീനിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ബാക്കി പക്ഷേ എഫും പിനും ഇടയിൽ വെച്ച് കിട്ടുന്ന ഇമേജ് എന്താണ്, വെർച്വൽ. അപ്പോൾ അത് സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാം എന്തായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് വെർച്വൽ, അതായത് ഇത് ഇനി സി ആൻഡ് എഫ് അറ്റ് സി ഇതൊക്കെയാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇൻഫിനിറ്റി വെച്ച് എഫ് കിട്ടി, അപ്പോൾ നേരെ തിരിച്ചുകൂടെ കിട്ടും, അറ്റ് എഫ് വെച്ച് ഇൻഫിനിറ്റി കിട്ടി. പഠിക്കാൻ എളുപ്പമാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി വെച്ചപ്പോൾ ഇമേജ് എഫിൽ കിട്ടി, ഇനി ഒബ്ജക്റ്റ് എഫിൽ വെച്ചാൽ ഇൻഫിനിറ്റി കിട്ടും. ഇനി ബിയോണ്ട് സി ആണ് ബിറ്റ്വീൻ സി എഫ് ആൻഡ് സി, അപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ബിയോണ്ട് സി, അറ്റ് സി ആണ് അറ്റ് സി. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന റിയൽ ഇമേജ് ആണ്, റിയലും വെർച്വൽ ഇമേജ് കോൺകേവിൽ ഉണ്ടാവുന്നുണ്ട്. കോൺവെക്സിൽ എപ്പോഴും നമുക്ക് വെർച്വൽ ഇമേജ് ഉണ്ടാവുള്ളൂ, പ്ലെയിൻ മിററിൽ നമുക്ക് എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ടേബിൾ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ശരിയാണോ നമുക്ക് അറിയാം. ഇപ്പോൾ സൈസ് ഓഫ് ദി ഇമേജ് ചോദിക്കുകയാണെങ്കിൽ 1 കിട്ടിക്കഴിഞ്ഞാൽ സെയിം സൈസ്, എൻലാർജ് ഒരു 2.3 കിട്ടിയാൽ മനസ്സിലായി, ശരിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടേബിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. The mirror equation, this law of distance, the most important second derivation in the case of mirror, that is law of distance. മിറർ ഇക്വേഷൻ, മിറർ ഉപയോഗിച്ച് പ്രോബ്ലം, ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പ്രോബ്ലം ചെയ്യേണ്ട മിറർ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ ദിസ് ഇസ് ദ ഇമേജ് ഫോർ ദ മിറർ ഇക്വേഷൻ. അപ്പോൾ ഇത് കോൺകേവ് മിറർ ആണ്. അപ്പോൾ കോൺകേവ് മിററിൽ ബിയോണ്ട് സി ആണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, എ ബി ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേ വരച്ചു, അപ്പോൾ അത് എഫിലൂടെ കടന്നു പോകുന്നു. ദെൻ പി പോളിൽ തട്ടിയപ്പോൾ ഏത് ആംഗിളാണോ ഇൻസിഡൻസ് അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് വരച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ബി ഇസ് ദ
ഒബ്ജക്ട് ആൻഡ് എ ഡാഷ് ബി ഡാഷ് ദ ഇമേജ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ സി എഫ് ആൻഡ് എഫ് ഇൻവേർട്ടഡ് സ്മോൾ സൈസ് ആ വരിക. അപ്പോൾ ഇമേജ് വരയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി എം പി എന്ന് പറയുന്ന കർവ് വെച്ച് നമ്മൾ സ്ട്രൈറ്റ് ആക്കി എടുക്കുകയാണ്. പോളിന്ന് എഫിലേക്കുള്ള ദൂരം ഫോക്കൽ ലെങ്ത് ആണ്. പോളിന്ന് ഇമേജിലേക്കുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് വി. പോളിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യു എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് പറയുന്ന ഇമേജ് ഡിസ്റ്റൻസ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. എല്ലാം അളക്കേണ്ടത് പോളിൽ നിന്നാണ് അളക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഫ്രം ദ ഫിഗർ ട്രയാങ്കിൾ എ ബി പി ആൻഡ് എ ഡാഷ് ബി ഡാഷ് പി ആർ സിമിലർ. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. എന്തുകൊണ്ടാണ് സിമിലർ എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസും എന്താണ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും അത്, മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണ്. മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആകുമ്പോൾ എന്താ വരിക, സൈഡ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദെർഫോർ എ ബി ബൈ എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി പി ബൈ ബി ഡാഷ് പി. അതായത് ഇതിന്റെ ദാറ്റ് ഈസ് ഈ എ ബി എന്ന് പറയുന്നതും എ ഡാഷ് ബി എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താണ് ബി പി ആൻഡ് ബി ഡാഷ് പി, ഇത് രണ്ടും അതിന്റെ റേഷ്യോ എന്തായിരിക്കും, സൈഡ് റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. സോ അതേപോലെ നമ്മൾ എടുക്കുകയാണ്. സിമിലർലി ട്രയാങ്കിൾ എം പി എഫ് ആൻഡ് ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് എഫ് ആർ സിമിലർ. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ സ്ട്രൈറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആക്കി എടുക്കുന്നത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, സിമിലർ ആണ്. സോ ഇത് രണ്ടും എന്തായിരിക്കും, സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇതിന്റെ സൈഡ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ദെർഫോർ എം പി ബൈ എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി എഫ് ബൈ ബി ഡാഷ് എഫ്. കാരണം എം പി എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആക്കി എടുത്തു എം പി, അപ്പോൾ എം പി സൈഡാണ്, ഇത് ബി ഡാഷ് എ ഡാഷ് ബി ഡാഷ് ആൻഡ് പി എഫ് ആകുമ്പോൾ ഇത് ബി ഡാഷ് എഫ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈ രണ്ട് സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ എം പി ബിക്വൾ എ ബി എന്ന് പറയാൻ കാരണം ഇത് രണ്ടും പാരലാണ്. എം പി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് പാരലാണ്. അപ്പോൾ നമുക്ക് എം പിക്ക് എന്ത് കൊടുക്കാം, എ ബി എന്ന് കൊടുക്കാം. കാരണം എം പി എന്ന് പറയുന്ന ഈ ലൈനും എ ബി എന്ന് പറയുന്നത് പാരലാണ്. സോ ലെങ്ത് രണ്ടും ഈക്വൽ ആണ്. സോ എം പിക്ക് നമുക്ക് എ ബി എന്ന് കൊടുക്കാം. സോ എ ബി ബൈ എ ഡാഷ് ബി ഡാഷ് ഇക്വൽ ടു പി എഫ് ബൈ ബി ഡാഷ് എഫ്. സോ നമ്മൾ എം പിക്ക് പകരം എ ബി കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് കാണുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. കമ്പയർ ദിസ് ടു ഇക്വേഷൻ, ബി പി ബൈ ബി ഡാഷ് പി ഇസ് ഈക്വൽ ടു പി എഫ് ബൈ ബി ഡാഷ് എഫ്. അപ്പോൾ ഇവിടെ എത്തിയാൽ ശ്രദ്ധിക്കണം, ഇത് ഈ മൊത്തം ഈ എല്ലാ ടേംസും പ്രിൻസിപ്പൽ ആക്സിൽ വരണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബി പി ബി ഡാഷ് പി ബി ഡാഷ് പി പി എഫ് ബി ഡാഷ് എഫ് ബി ഡാഷ് എഫ്. അപ്പം എല്ലാ ടേമും എന്ത് വരണം, ഈ പ്രിൻസിപ്പൽ ആക്സിൽ വരണം. ഇനി നോക്കാം, ബി പി എന്ന് പറയുന്നത് ബി പി. അപ്പോൾ പിന്ന് ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു, അതാണ് യു കൊടുക്കാൻ കാരണം. ഇനി ബി ഡാഷ് നെക്സ്റ്റ് ബി ഡാഷ് പി എന്ന് പറയുന്നത് പി ബി ഡാഷ് എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് കൊടുത്തു. ഇനി പി എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഇനി ശ്രദ്ധിക്കണം, ബി ഡാഷ് എഫ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത് കിട്ടണം. അപ്പൊ ഈ ലെങ്ത് കിട്ടാൻ നമുക്ക് എന്താ, വി മൈനസ് എഫ് ചെയ്താൽ കിട്ടും. അതാണ് ബി ഡാഷ് എഫ് വി മൈനസ് എഫ്. അപ്പൊ ഇക്വേറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് എന്താണ്, ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും യു ഇൻറ്റു വി മൈനസ് എഫ് ഇൻറ്റു വി എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു യു വി മൈനസ് യു എഫ് ഈസ് ഈക്വൽ ടു വി എഫ്. ദിസ് ഇക്വേഷൻ നമ്പർ 3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനെ മൊത്തം ഡിവൈഡ് ചെയ്യുക, യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഡിവൈഡ് ദ അബോവ് ഇക്വേഷൻ ബൈ യു വി എഫ്. So 1 by f equal to 1 by f minus 1 by v is equal to 1 by u, or 1 by u plus 1 by v equal to 1 by f. കാരണം ഫസ്റ്റ് യു വി ആണ്. അപ്പോൾ ഇവിടെ യു വി എഫ് ചെയ്യുമ്പോൾ ഇവിടെ എഫ് വരും, ഇവിടെ യു എഫ് ആകുമ്പോൾ ഇവിടെ വി വരും, ഇവിടെ വി എഫ് ആകുമ്പോൾ യു വരും. അതാണ് 1 by f minus 1 by v equal to 1 by u, or 1 by u plus 1 by v equal to 1 by f. ഇനി ഇക്വേഷനായി, ഇനി നമുക്ക് കാർട്ടീഷ്യൻ സൈൻ ലോ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. സിൻസ് വി ഹാവ് യൂസ്ഡ് എ കൺകേവ് മിറർ ഫോർ derivation, by applying sign convention u as negative, v as negative and f as negative, we can arrive at a general equation 1 by u plus 1 by v equal to 1 by എഫ്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം ന്യൂ കാർട്ടീഷ്യൻ സൈനിലെ പ്രകാരം ഇതൊക്കെ ലെഫ്റ്റിലല്ലേ, കാരണം ഇത് 0 ആക്കി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ പറയാം റേ എങ്ങനെയാണ് പോകുന്നത്, പക്ഷെ അളവ് എന്താണ്, പി എഫ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, കാരണം ഇങ്ങോട്ട് അളന്നിരിക്കുന്നത്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് അളന്നിരിക്കുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് അളന്നിരിക്കുന്നത്, റേ പോകുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അളന്നു കഴിഞ്ഞാൽ ഒക്കെ എന്താവും, നെഗറ്റീവ്. അല്ലെങ്കിൽ കാർട്ടീഷ്യൻ സൈനിലോ എളുപ്പമായിട്ട് പറയാം, ഇത് ഒറിജിൻ ആണ് സി. അപ്പോൾ 0 ആണെങ്കിൽ ഇതല്ലേ പോസിറ്റീവ്, ഇതൊക്കെ നെഗറ്റീവ് അല്ലേ വരേണ്ടത്. അതുപോലെ യു വി എഫ് ഒക്കെ എന്തായി, നെഗറ്റീവ്. അപ്പോൾ ഇക്വേഷൻ എന്തെന്നാവും, 1 by u plus 1 by v equal to 1 by f. ഇനി ഓരോ പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെതായ കാർട്ടീഷ്യൻ സൈൻ ലോ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ ജനറൽ ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ആൾ ടൈപ്സ് ഓഫ് മിറർ വിത്ത് പ്രോപ്പർ സൈൻ കൺവെൻഷൻ. അപ്പോൾ കോൺകേവ് ആണെങ്കിൽ നമുക്ക്, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ആ
കാർട്ടീഷ്യൻ സൈൻ ലോ പ്രകാരം എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലം അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യു വി എഫ് ഒക്കെ എടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നോക്കേണ്ടത് കാർട്ടീഷ്യൻ സൈൻ ലോ പ്രകാരം മാത്രമാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1/u + 1/v = 1/f ആണെങ്കിൽ കൂടി ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അവരവരുടെ ആ ഒരു പ്രോബ്ലത്തിന്റെ നേച്ചർ അനുസരിച്ച് കാർട്ടീഷ്യൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. മാഗ്നിഫിക്കേഷൻ. അപ്പം നമുക്കിനി എത്രമാത്രം മാഗ്നിഫൈ ആവുന്നതാണ് അറിയേണ്ടത്. So magnification is the ratio of height of the image to the height of the object. So m is equal to hi/h. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ റേഷ്യോ ആണ്, എത്രമാത്രം മാഗ്നിഫൈ ചെയ്യുന്നു. അപ്പോൾ അതിന് കാണാം ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. സോ hi/ho. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമുക്കറിയാം, ഇക്വേഷൻ 1 ഓഫ് ദ എബോവ് ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കിട്ടിയാണ്. b/a'(b' = b/b' and a'(b' is equal to b'(b')/bp. അത് ഓൾറെഡി നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ആണ്, ഫസ്റ്റ് ഇക്വേഷൻ. അത് നിങ്ങളുടെ ജസ്റ്റ് കോപ്പി ചെയ്തു സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട്. സോ hi/ho എന്ന് പറയുന്നത് v/u ആണ്. കാരണം hi എന്ന് പറയുന്നത് ഇമേജ് ഇതാണ്, ho എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ് റേഷ്യോ എന്ന് പറയുന്നത് ഈ റേഷ്യോക്ക് തുല്യമായിരിക്കും. അതാണ് നമ്മൾ ഈ b'(p) ആൻഡ് bp എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഹൈറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ സൈഡിന്റെ റേഷ്യോ ആയിരിക്കും, കാരണം സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട്. അപ്പോൾ hi ഇമേജ് ഡിസ്റ്റൻസ് hi എന്ന് പറയുമ്പോൾ b'(p) ഇവിടെ വന്നു, ആൻഡ് ho ദാറ്റ് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആകുമ്പോൾ bp വന്നു ഇവിടെ. അങ്ങനെയാണ് hi/ho is equal to v/u. So by applying sign convention, -hi/ho is equal to -v/-u or v/u. കാരണം ഹൈറ്റ് ഇമേജ് കാരണം താഴേക്കാണ്, നെഗറ്റീവ് വന്നു. ഒബ്ജക്ട് മേലേക്കാണ്, അത് പോസിറ്റീവ് വന്നു. യുവും വിയും നെഗറ്റീവ് ആണ്, കാരണം രണ്ടും ലെഫ്റ്റിലേക്ക് നമ്മൾ അളന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അളക്കുന്നത്. സോ രണ്ടും നെഗറ്റീവ് ആയി. സോ മാഗ്നിഫിക്കേഷൻ m is equal to -v/u. കാരണം ഈ നെഗറ്റീവും കട്ട് ചെയ്തു, അപ്പോൾ ഒരു മൈനസ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. സോ m equal to -v/u. So this magnification in case of mirrors. This general expression can be used for all types of image formation with proper sign convention. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടുന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 1/u + 1/v = 1/f എന്ന് കിട്ടി, m equal to -v/u. അപ്പോൾ ഇത്രയാണ് റിഫ്ലക്ഷനെ കുറിച്ചും മിറേഴ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഡെറിവേഷൻസ് വളരെ എളുപ്പമുള്ള ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ആ ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഇനി വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് കാണാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നോട്ട് എടുക്കുമ്പോൾ എഴുതിയെടുക്കാം. വളരെ എളുപ്പമുള്ള കൺസെപ്റ്റ്സ് ആണ്. So hope these concepts are very clear to you. If you have any doubts, feel free ask through comments. Thank you for watching. Thank you.